ഉച്ചയ്ക്ക് ഒരു 11-12 മണിയായ സമയത്ത് എല്ലാ ജോലിയും കഴിഞ്ഞ ശേഷമാണ് ഞാൻ നേരെ കുളിക്കാൻ കയറിയത്. പെട്ടെന്ന് ആ ഒരു സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്, സോപ്പില്ലായിരുന്നു. അപ്പോഴേക്കും പകുതി വെള്ളത്തിൽ ഞാൻ കാലും കൈയും മുഖവും എല്ലാം കഴുകിയിരുന്നു. നന്നായിട്ട് പണിയെടുത്തത് കൊണ്ട് തന്നെ നന്നപോലെ വിയർത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആരുമില്ലായിരുന്നു. ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും നേരെ അവരവരുടെ ജോലിക്കും പഠിത്തത്തിനുമായിട്ട് പോയിരുന്നു. എനിക്ക് ഏകദേശം ഒരു 40 വയസ്സോളം ഉണ്ട്. വിവാഹം കുറച്ച് വൈകിയായിരുന്നു നടന്നത്. കാരണം ആ സമയത്ത് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയങ്ങൾ പോയി. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വിവാഹപ്രായം ഒരുപാട് വൈകിയ ശേഷമാണ് വീട്ടുകാർ പിടിച്ച് കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിനു മുമ്പുള്ള എൻ്റെ സ്വകാര്യ ജീവിതം, അതായത് എൻ്റെ ഒറ്റയ്ക്കുള്ള ലൈഫ്, അത് തന്നെയായിരുന്നു ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തതും. ആ സമയത്ത് ആരോടും ചോദിക്കാനുമില്ല, പറയാനുമില്ല. സ്വന്തം ജീവിതം, സ്വന്തം തീരുമാനങ്ങൾ, അതൊക്കെ തന്നെയായിരുന്നു അന്ന്. വിവാഹത്തിന് മുമ്പ് എനിക്കൊരുപാട് പ്രണയങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഒരിക്കലും ആരോടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അതെല്ലാവരുടെയും സ്വകാര്യ ജീവിതം, അതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിൽ തന്നെ വെച്ചു. അങ്ങനെ ആ ഒരു സമയത്ത് സോപ്പില്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ മുറിയിലേക്ക് ഇറങ്ങി. ബാത്റൂം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പുറത്തോട്ടിറങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ പുറത്തോട്ടിറങ്ങിയതിന് ശേഷം ഞാൻ നേരെ അലമാരയിൽ വെച്ചിരുന്ന ഒരു പഴയ ചുരിദാർ എടുത്തിട്ടു. അത് എനിക്ക് കല്യാണത്തിന് കിട്ടിയൊരു ചുരിദാറായിരുന്നു. അന്ന് മുതൽ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അതിന് പഴക്കം കുറച്ച് കൂടുതലുണ്ട്. പിന്നെ കളറ് കുറച്ച് മങ്ങിയിട്ടുണ്ട്, ഫീഡഡായിട്ട് കുറച്ച് ഡാമേജ് ഉണ്ട്. എങ്കിലും വീട്ടിലിടാനും അത്യാവശ്യം പുറത്തോട്ട് പോകാനും അതിന് കുഴപ്പമൊന്നുമില്ല. തൊട്ടടുത്താണ് ഒരു പലചരക്കട, അടുത്തുള്ള ഒരു പെട്ടിക്കടയാണ്. അവിടെ ഒരു അമ്മാവനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് അമ്മാവൻ്റെ അടുത്ത് സോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, ആളെടുത്ത് തരും. നല്ല സഹകരണമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് അവിടേക്ക് പോയി. അങ്ങനെ ഞാൻ അവിടേക്ക് ചെല്ലുന്നത് എൻ്റെ ആക്റ്റീവയിലാണ്. ഏകദേശം ഒരു 500 മീറ്റർ അത്രയും ആ ഒരു ദൂരമുണ്ട്. വെയിലായതുകൊണ്ട് നടക്കാൻ എനിക്കൊരിക്കലും മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ വിട്ട് അതിൻ്റെ പുറത്ത് മാസ്ക് വിട്ട് പിന്നെ ഒരു ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ. ചെറിയ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെ ആ ഒരു സൈക്കിൾ യാത്ര, അതായത് മോട്ടോർ സൈക്കിളിൽ പോകുന്ന ആ യാത്ര നല്ല രസമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മാവൻ അവിടെ ഇല്ലായിരുന്നു. പകരം ഒരു പയ്യനായിരുന്നു അവിടെ ഇരുന്നത്. ഏകദേശം ഒരു 30 വയസ്സ് പ്രായം കാണും. പെട്ടെന്ന് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ആളെന്നെ നോക്കി. ഞാൻ ആ സമയത്ത് എൻ്റെ ഹെൽമെറ്റ് മാറ്റി, ആ ഒരു മുഖത്ത് വെച്ചിരുന്ന മാസ്ക് മാറ്റി. ഞാൻ പറഞ്ഞു, എനിക്കൊരു സോപ്പ് വേണം. പെട്ടെന്ന് ചിക്കൻ എൻ്റെ ചോദിച്ചു, ഏത് സോപ്പാണ് വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഒരു ഇരിക്കുന്ന റെക്സോണ തന്നാൽ മതി, അതാണ് നല്ലത്. അപ്പോൾ പറഞ്ഞു, പിയേഴ്സാണ് മാഡം നല്ലത്, അതാണെന്നുണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. മാഡത്തിൻ്റെ സ്കിന്നിന് ആ ഒരു ടൈപ്പ് നല്ലതാണ്. പെട്ടെന്ന് ഞാൻ ഒരു അത്ഭുതത്തോടെ ചോദിച്ചു, അതൊക്കെ എങ്ങനെ അറിയാം ഈ സ്കിന്നിൻ്റെ കാര്യങ്ങളൊക്കെ? അതിനനുസരിച്ച് ആ ഒരു സോപ്പൊക്കെ പ്രിഫർ ചെയ്ത് കൊടുക്കും ഇവിടുന്ന് എന്ന് ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞു, അങ്ങനെയല്ല, മാഡത്തിൻ്റെ സ്കിൻ ടൈപ്പ് അത്യാവശ്യം ഓയിലിയായിട്ടൊക്കെ എനിക്ക് തോന്നി, അപ്പം പിയേഴ്സ് തന്നെയാണ് നല്ലത് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു, ഓ അങ്ങനെയാണോ, എന്നെങ്കിൽ താൻ പറഞ്ഞതല്ലേ, ഒരു കാര്യം ചെയ്യ്, പിയേഴ്സ് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു പുഞ്ചിരിയോടെ ആ ഒരു പിയേഴ്സ് വാങ്ങി. അതിനുശേഷം പൈസ കൊടുത്ത് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, മാഡം ഈ അടുത്താണോ വീടും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത് തന്നെയാണ്, തൊട്ടടുത്തുള്ള ആ ഒരു സ്ഥലമില്ലേ അവിടെ തന്നെയാണ്. ആ ഒരു ജംഗ്ഷൻ കാണിച്ച് അന്നേരം ആളും തലയാട്ടി. ശേഷം ഞാൻ വണ്ടിയും എടുത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. ശേഷം എല്ലാം കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് വേണ്ടത് വേറെ സാധനം വാങ്ങിച്ചില്ലല്ലോ എന്ന്. അടുക്കളയിൽ ചെറിയൊരു തൈരിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. തൈര് വാങ്ങിക്കുന്നതും അവിടെ നിന്ന് തന്നെയായിരുന്നു. പിന്നെയും ഞാൻ അവിടേക്ക് ചെന്നു. ശേഷം അവിടെ ചെന്ന് ചോദിച്ചു, തൈര് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, അയ്യോ തൈര് കിട്ടിയിട്ടില്ല മാഡം എന്ന് പറഞ്ഞു.
അയ്യോ എനിക്ക് അത്യാവശ്യമായിരുന്നു, തൈര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യേ മാഡം, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തൈര് ഇവിടെ വരാറുണ്ട്. പിന്നെ ഇന്ന് വന്നെല്ലാം തീർന്നു പോയോണ്ടാണ് മാഡം, ഞാൻ 3 മണിയാകുമ്പം അവിടേക്ക് കൊണ്ടുവന്നാൽ മതിയോ? പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, തനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ആ സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല മാഡം, അടുത്തന്നല്ലേ വീട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ആകാംക്ഷയോടെ ഒരാശ്വാസത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചെന്ന് ഞാൻ വീണ്ടും റെക്സോണയിട്ട് പീഡ്സ് ഇട്ട് കുളിക്കുകയായിരുന്നു. എനിക്ക് ഏകദേശം ദിവസം 3 തവണയെങ്കിലും കുളിക്കണം, അത് നിർബന്ധമാണ്. അതിപ്പം 2ാമത്തെ കുളിയാണ് ഇപ്പോഴത്തെ കുളി. ഇനി രാത്രിയിൽ എല്ലാവരും വന്നു കഴിഞ്ഞ് ഒന്നെല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് ആ സമയത്താണ് 3ാമത്തെ കുളി. അത് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ 2ാമത്തെ കുളി കുളിച്ചത് 2:30 ആയപ്പോഴാണ്. ആ സമയത്തായിരുന്നു ചെക്കൻ അവിടെ വന്ന് ബെല്ലടിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടേക്ക് ഇറങ്ങി വരാം, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ പറഞ്ഞു, ഓക്കെ മാഡം, ഞാൻ ആ കടയിൽ ഒരുപാട് പണിയുണ്ട്, മാഡം പെട്ടെന്ന് വരണേ എന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. എനിക്ക് എൻ്റെ ബാത്റൂമിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ശേഷം അവിടേക്ക് ചെന്നു. പെട്ടെന്ന് എന്നെ കണ്ട സമയത്ത് തന്നെ ആള് തൈരെടുത്ത് കൈവച്ചു. ആ മാഡം, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, ആ ഒരു പീഡ്സിൻ്റെ ആ ഒരു മണം ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനന്ന് പുഞ്ചിരിച്ചു. ഇയാളെ കൊള്ളാലോ ചിക്ക എന്ന് പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാം, പിന്നെ ഇച്ചിരി മോരുണ്ടാക്കാനുണ്ട്, അവരെല്ലാവരും വീട്ടിലുള്ളവരാരും വന്നിട്ടില്ല, ഒരു സമയം വൈകും, അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണോ, എന്നെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് നേരം ഇരിക്കാം. ഓക്കെ, എന്നെങ്കിലും ഒരു കാര്യം ചെയ്യേ, താൻ ഇരിക്കേ, ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ശേഷം ഞാനൊരു ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അതിൽ ഏകദേശം മോരുകറിയും പിന്നെ മീൻ പൊരിച്ചതും അതൊക്കെയായിരുന്നു എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. അതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആളെ ഞാൻ വിളിച്ചു, എടോ ഇവിടെ വന്നിരുന്നേട്ടോ, ഭക്ഷണമെല്ലാം റെഡിയാണ്, കഴിക്കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്ത് കൊടുത്ത സമയത്ത് ആളൊരു പുഞ്ചിരിയോടെ എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഓരോന്ന് വിളമ്പി കൊടുത്തു. താൻ ശരിക്കും പഠിത്തവും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു, ഇത് തന്നെയാണോ ജോലി, വേറെ ഒന്നുമില്ലേ? അപ്പം പറഞ്ഞു, ഞാനൊരു IT കമ്പനിയുടെ മാനേജറായിരുന്നു, പിന്നെ സ്വന്തമായിട്ട് ഇവിടെ ഒരമ്മാവനുണ്ട്, അമ്മാവൻ്റെ കടയാണ്, അപ്പോൾ സഹായത്തിനായിട്ട് വന്നു തന്നെയാണ്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ നേരത്തെ അവിടെ അമ്മാവനുണ്ടായിരുന്നു, ഇപ്പം അമ്മാവനെ കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ്റെ കാര്യങ്ങളും കേട്ടിരിക്കുന്ന നല്ല രസമായിരുന്നു. അവൻ്റെ സംസാരവും കാര്യങ്ങളും ആർക്കാലും ഇഷ്ടപ്പെട്ടു പോകും. കുറച്ച് സമയം പോക്കും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു. ആളുടെ സംസാരത്തിൻ്റെ ശൈലിയും കാര്യങ്ങളും എല്ലാം കുറച്ച് വ്യത്യസ്തമായിരുന്നു. അത് ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ സംസാരം നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ എന്ന് പറയുമ്പോൾ ആളൊന്ന് പുഞ്ചിരിച്ചു. ഈ കഥയുടെ ബാക്കി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത കഥയിൽ കാണാം.